പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു തൈലം ഉണ്ടാക്കി തിരുമേനി ലേപനം ചെയ്യുവാൻ പോകുന്നു. ആ തൈലത്തിന്റെ പേരാണ് പ്രായശ്ചിത്ത തൈലം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഫ്യൂച്ചറിൽ പ്രയോജനപ്പെടും. ആത്മിക ജീവിതത്തിന് അനവധി പച്ചമരുന്നുകൾ ചേർത്താണ് ഈ തൈലം ഉണ്ടാക്കാൻ പോകുന്നത്. വ്യഭിചാര മരത്തിന്റെ വേരുകൾ, ദ്രോഹവേരുകൾ, ദ്രവ്യാഗ്രഹത്തിന്റെ നാരായ വേര്, കോപം, ക്രോധം, അസൂയ, ദുർമോഹം, പിണക്കം, വഞ്ചന, ചതിവ്, ഇവ മദ്യപാനം തുടങ്ങി ചെടികളുടെ മൂടും വേരും, കൊലപാതകം, ഏഷണി, ദൂഷണം, അത്യാഗ്രഹം, ഭിന്നത, ദ്വന്ദ്വവശം, അഹങ്കാരം മുതലായ മരങ്ങളുടെ ഇലയും തൊലിയും പൂവും കായും പഴവും ഇവയെല്ലാം ഈ ഹൃദയത്തിലുണ്ട്. ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹൃദയമലയുടെ താഴ്വരയുടെ കോണിൽ നിന്നും ഇത് പറിച്ചെടുത്ത് പ്രാർത്ഥന എന്ന മഞ്ഞത്തും ഉപവാസം എന്ന വെയിലത്തും ഇട്ട് ഉണക്കി പാകപ്പെടുത്തി മുമ്പേ ഗതസമന എന്ന ചക്കിലും പിന്നെ ഗോൽഗോഥ എന്ന ഉരലിലും ഇട്ട് 10 കൽപ്പനകളാൽ എന്ന ഇരുമ്പുലക്ക് കൊണ്ട് കൂട്ടിയിടിക്കണം. 10 കൽപ്പന അറിയാമോ? ഇല്ലെങ്കിൽ പഠിക്കണം. 2 കൽപ്പനകളാൽ എന്ന കർത്താവിന്റെ പൊന്നുലക്ക് കൊണ്ടും ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി പാപ കണ്ണുനീരിൽ കലക്കണം. 8 ഇടങ്ങഴി കണ്ണുനീരെങ്കിലും വേണം. ഇവയില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പോവണ്ട കേട്ടോ. 8 ഇടങ്ങഴി കണ്ണുനീരില്ലെങ്കിൽ കലക്കാൻ പറ്റുമോ? 8 ഇടങ്ങഴി കണ്ണുനീർ വാർക്കാൻ കഴിവുള്ളവർ ഇതുണ്ടാക്കിയാൽ മതി. പാപ കണ്ണുനീരിൽ കലക്കി ക്ഷമയെന്ന ഉരുളിയിൽ ഒഴിച്ച് സത്യമെന്ന അടുപ്പത്ത് വെച്ച് ദൈവാത്മാവെന്ന തീ കത്തിച്ച് വിറകടുക്കി ദുഃഖത്തോടും മനോവ്യാകുലത്തോടും കൂടെ ഊതി കത്തിക്കണം. ശരിയായി ഊതി കത്തിക്കുമ്പോൾ ഇത് തിളച്ചു വരുമ്പോൾ ആത്മപ്രിയന്റെ തിരുരക്തത്തുള്ളികളിൽ അല്പം മേൻപൊടി ചേർക്കണം. എന്നിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി സ്നേഹമെന്ന വെൺകലത്തിൽ അങ്ങനെ ഒഴിച്ചു വെക്കണം. അയ്യടാ, എന്തൊരു സ്വാദാണെന്നറിയാമോ? അതെടുത്തുകൊണ്ട് വിശ്വാസം എന്ന വൻമാളികയിൽ കയറി ആത്മപ്രിയന്റെ അടുക്കൽ കൊണ്ടുവച്ചിട്ട് അവനെ ലേപനം ചെയ്യണം. ഇതാണ് എൻ്റെ ഭാവന. ഈ തൈലം ഉണ്ടാക്കി ആത്മപ്രിയനെ ലേപനം ചെയ്യുവാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.